എല്ലാ മാന്യപ്രേക്ഷകർക്കും മുജാക്കു ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതലുള്ളത് അജ്മലുണ്ട്. നമ്മളെല്ലാവരും കൂടി വന്നിട്ടുള്ളത്. അജ്മലെ കൊടുക്കുക. യെസ്, വർഷങ്ങൾക്ക് ശേഷം പലവിധ തിരക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മളിന്ന് വയനാട്ടിലൊരു റിസോർട്ടിൽ ഒരുമിക്കുകയാണ്. പ്രവാസികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, ഒരു 10 ആൾക്കാർ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. വിശേഷങ്ങളും നമ്മൾ ഓരോരുത്തരും ഇതിന്റെ അഭിപ്രായങ്ങൾ പറയും. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. ആദ്യം ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും ഒന്ന് അടുപ്പിച്ചിരിക്കേ. നേർക്ക് നേർക്ക് കാണണ്ടേ. മരണ വീഡിയോ ഇതിൽ വരുന്നുണ്ടോ? ഇവിടെ ഒരാളെ കുറവുണ്ടല്ലോ. നമ്മളെ ഏരിയന്റെ ഡോണോടെ. ഓ ഡോൺ. അപ്പൊ ഞാൻ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരാം. എല്ലാരും എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്നാണ് നിന്നൊടുത്ത ഡോണെ. അപ്പൊ നിക്കേ, ആ ഡോൺ എന്ന് പറഞ്ഞ ആളാണിത്. ജാഫർ, ഇത് മുസ്തഫ, ഇത് ഇബ്രാഹിം, ഇത് താജു, അജ്മൽ, ബഷീർ, ഷൗക്കത്ത്, അലി, ആഷിഖ്, പിന്നെ ഈ വിനീതനായ ഞാനും. എന്താ പരിപാടി? വേട്ടക്കാരൻ നരകല്ല, സ്വർഗം. സ്വർഗത്ത് കാണില്ല. എന്താ പറഞ്ഞ കറക്റ്റാ. ചെറിയൊരു എള്ളിഞ്ചാക്കിന് വ്യത്യാസം. ഇപ്പൊ റെഡിയാക്കി അടുത്തിന് റെഡിയാക്കും. എന്നെ കൂടെ കഴിയൂലേ? ഈ ഷൂ ആണ് വൈറൽ ഷൂ. വുഡ്ലാൻഡിന്റെ 5000 രൂപയുടെ ഷൂ തരില്ല. ഈ ഏരിയയിൽ എവിടെയാണ് അതിൽ അങ്ങോട്ട് ആചാര്യ അടിയപ്പോഴാണ് മുജീബാണ് പൊന്തിയത്. എന്താ ചെയ്യ? വല്ലാത്തൊരു കഥ. മുതലാക്കണേ ഇങ്ങനെ പിടിച്ചതാ. ശ്രദ്ധിക്കട്ടെ, മൊത്താണ് കഴിയൂല. ഇനി ജാഫർ, ഞാൻ ലോങ് ഷൂട്ടാണ്. ചിലപ്പോ അടുത്തുനിന്ന് കഴിഞ്ഞോളന്നില്ല. ലോങ് എന്ന് വെച്ചോളൂ. പൊളി 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 പൊളി. ജാഫറിനൊരു സമ്മാനം കൊടുക്കണം. എന്തുള്ള നമുക്കൊന്ന് കൊടുക്കാന്? പറയാൻ വാക്കുകളില്ല അല്ലേ? സമ്മാനം തന്നെ ഉള്ളു. പറഞ്ഞു തന്നെ കണ്ടില്ല. അതേപോലെ പിടിക്കുക. വിട്. മുസ്തു മേരാ മുസ്തു. അടി 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 അടി. എനിക്ക് 10 മേലോ 9 മേലൊക്കെ എത്തിയാ മതി. അങ്ങനല്ല. അടുത്ത് ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കണ്ടേ. അടിച്ചോ അടിച്ചോ അടിച്ചോ. അരെ വാ.
ഏത് അടുപ്പ് കൈ വിടുന്നത് എന്ത് പറയണോ? ഇതിലേറെ നല്ല ഷൂട്ടർ ആരാ? ഷൂട്ടർ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ജാഫറാണ്. ഒരു കടുക്കുന്നയുടെ അഹങ്കാരം. ഓനൊരു മൊമെന്റ് കൊടുക്കണല്ലോ. എന്ത് കൊടുക്കപ്പോ നമ്മളോന്? സാമ്രാജ്യത്തിന്റെ താജുവിന്റെ എങ്ങനെ ഉണ്ടോക്കട്ടെ നോക്കട്ടെ. ആറുമൊക്കെ എത്തിച്ചാ പുലിയാണല്ലേ? എന്റെ എത്ര മീൻ കിട്ടും? ഇന്റത് 10 ഇല്ല, നമ്മൾ കുറഞ്ഞ കളിയില്ലല്ലോ. 10 മിനിമം 10 അടിക്ക. അത്ര ഉള്ളു. എങ്ങനെ ഞങ്ങൾക്ക് എത്ര കണ്ടീഷൻ എക്സ്പീരിയൻസ്. ഞാൻ 100 രൂപ എടുത്തോ? താജ എന്നെ ഒരുങ്ങിക്കണം. 10 മൂടിയാ 100 രൂപ എടുക്കുന്ന. ഇത് അഹങ്കാരല്ല, കോൺഫിഡന്റ് ആണ്. രണ്ടെണ്ണോ? രണ്ടെണ്ണം അടിക്കാൻ പാടില്ലല്ലോ ഓരോ ടൈമില്. ബാഹുബലിയിൽ കണ്ടില്ലേ, തള്ളവരിൽ മടക്കി ബാക്കി അതുപോലെ വീണ്ടും നമ്മുടെ നേരെ ബാക്ക് പോയിക്കണം. വേണേ ഇതോട് തോടുന്നുള്ളൂ. ഇനി ലാസ്റ്റ് ഞങ്ങൾ അത്ര 1 2 3 വീഡിയോ ഉണ്ട്. ഏതാ ഇതൊക്കെ? കറക്റ്റാ. എടുക്കടാ, പൈസ എടുക്കടാ. ഇവൻ പറഞ്ഞത് 10 മേല് തട്ടിയാല് കിട്ടൂല ഒന്നും. അതെ, ഇത് വൈകുന്നേരം ഇവിടെ കുത്തുന്ന തട്ടും. ഏത് കണ്ണിട്ടൊന്നും അടിച്ചാലും തട്ടും. അതിനെ എങ്ങനെ കുത്തുന്ന കണ്ട കായ് എടുക്കാൻ നിൽക്കാം. എന്താ മുസ്തു പറഞ്ഞോ? എന്താ പറഞ്ഞ വാക്ക് ചെറുക്കൻ പാലിച്ചത്? ചെറുക്കൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഓൻ ഒറ്റ ഷോട്ടാ പറഞ്ഞത്. ജാഫർ 3-4 എടുത്തു. അത് വേറെ ഒന്നാണ്. റിസോർട്ടൊക്കെ കാണിച്ചു തരാം. ഇതാണ് റിസോർട്ട്. ഇങ്ങനത്തെ ഒരു 4-5 ഇവിടെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ ഇവിടെ പൂളാണ്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റേ ആണ്. എന്തൊക്കെയാണ് താജോ നീ ചെന്നാ കാര്യങ്ങളൊക്കെ പറഞ്ഞ? നാട്ടില് ചൂട്, ഇവിടെ പൊലം തണുപ്പ്. വൈബന്നല്ലേ? ഞങ്ങള് ഭക്ഷണം കഴിച്ച് നിൽക്കണ അലിയാണ് ഇന്ന് ഭക്ഷണമൊക്കെ ഒരുക്കിയത്. അലിയും മുസ്തും കൂടിയാണ്. പറ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെയൊക്കെ ഉണ്ട് ഫുഡ്? കൊറേ കാലത്തൊരു ആഗ്രഹമില്ല ഒന്ന് പുറത്തൊന്ന് പോണെന്ന്. കൊറോണയുടെ ശേഷം ഓരോരുത്തർ ഗൾഫ് കയറ്റൊക്കെ കണ്ടും കണ്ടൊക്കെ ആയിട്ട് പോയിട്ട് ഒന്നും നടന്നില്ല. ഇപ്പോഴൊന്നും എല്ലാരും ഒന്ന് ഒത്തു കിട്ടിയത്. ഇത് കൊറേ ഇതില് ടിസ്റ്റുകളുണ്ട്. എന്താ പറയാ, പെരി പറയാതെ പോകുന്ന പോലെ, അതേപോലെ പെണ്ണുങ്ങളോട് പറയാതെ പോകുന്ന പോലെയൊക്കെയാണ് ഇതില് കുറെ ആളുകള്. ആരിപ്പോ ഞാൻ അങ്ങനെ എടുത്ത് പറയണില്ല. എന്റെ പേര് പറഞ്ഞില്ലേ, പറഞ്ഞു പോരണ്ടാണ് അതിന്റെ ഒക്കെ ഒരു ഉത്തമം. അപ്പോ കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് പോണത്? പേടിച്ച് നടക്കണം ഇപ്പൊ എല്ലാരും. ഈ പേടിന്നൊക്കെ ഒന്ന് എല്ലാരും ഒഴിവാക്കണം. എന്താ ബഷീർ എന്താ പറയണേ? എന്താ ചെയ്യാ, എല്ലാരും എണ്ണപ്പെട്ടവർ. അല്ലെന്ത് പറയണോ? അല്ലാണ് പൈല് കുടുങ്ങിക്കണ്ട്. രാവിലെ എന്റെ പെരിയുണ്ടായ സംഗതികൾ നമ്മൾ പെർമിഷൻ കൂടി വന്നതാണ്. എനിക്ക് പെർമിഷൻ എടുത്തുകൊള്ളുന്ന കാര്യമില്ല. ബാങ്കായിട്ട് മനസ്സിന് സമാധാനം കിട്ടിയിട്ടില്ല. പെർമിഷൻ എടുത്തു വെച്ചാ ഇവര് രണ്ടാളും പോയി കണ്ട് പെർമിഷൻ എടുത്തു. പക്ഷെ
അപ്പൊ എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ലാന്ന്. നാളെ വക്കീലിന്റെ അടുത്ത് വന്നിക്കണം അവന്റെ പെണ്ണുങ്ങളെ. രാവിലെ പോയി എന്ത് പറഞ്ഞ ഓനെ കൊടുന്നത്? ഏത് ഓനങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നത്? നമ്മള് സത്യം പറഞ്ഞു പോകണ്ടെന്ന്. അപ്പൊ ഓന്റെ വരി പറഞ്ഞേ? അവൻ സത്യം പറഞ്ഞോ, പക്ഷെ അവനെ വിടണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു എന്റെ പെണ്ണുങ്ങളോട്. വേറെന്നുണ്ടേ വേറെ നിങ്ങൾ ഈ മാളിൽ ഒറ്റൊന്നും കൂട്ടത്തില്ല. നോണ പറഞ്ഞിക്കാണ്ട് ഇപ്പൊ മിഞ്ഞാന്ന് പോയിക്കണം. ഇടുക്കിയിലാണെന്ന് പറഞ്ഞിക്കാണ്ട് തമിഴ്നാട്ടില്. എനിക്കൊരു കോളൊന്നില്ല. എനിക്കൊരു കോള് എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കിൽ അന്വേഷിച്ചപ്പോ ഫോൺ എടുത്ത ആള് പറഞ്ഞു ഇവിടെ ഇല്ല വേറെ അതാ വയ്ക്കണമായിരുന്നു. ഗെയിം ഇട്ടാണല്ലോ. എന്തിനാ അങ്ങനൊക്കെ ഓരോ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് മതി നാണം കെട്ടി വേറെ ആരും കുടിക്കൊപ്പോ. ജാഫർ, നമുക്ക് എപ്പോഴും ഊർജവും ആവേശം തരുന്ന ജാഫർ 2 വാക്ക് സംസാരിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ എനിക്കൊരു കുളിരാണ്. സാമ്പത്തികമായും ശാരീരികമായും എല്ലാം കൊണ്ട് സഹായിക്കണ ഒരു വ്യക്തി. സാമ്പത്തികം ശാരീരികവും അല്ല അത് ചെള്ളവളപ്പുള്ള ഒന്നും പറയാ. ഇതിൽ എനിക്ക് സെയിൽ ലാഭം ഇല്ലാത്തോണ്ട് ചെറിയൊരു വിഷമം. ഭയങ്കര സങ്കടം. കൂട്ടില്ലാതെ എന്താ ആഘോഷം? എന്താഘോഷം? മുസ്തുൻ എന്താ പറയാനുള്ളത്? മുസ്തൊക്കെ പ്രവാസിയായ മുസ്തു സത്യമാണ്. എന്റെ അതില് എല്ലാരും കൂടണം എന്നാണ്, അതിൽ കുട്ടൻ മാത്രം നിന്ന്. ഇല്ലല്ലേ? കുട്ടനോട് വിഷമമുണ്ടല്ലേ? വിഷമുണ്ട്. ആ ഉബനം പേരും വിഷമാണ്. ഇരുത്തം കണ്ടാ തന്നെ അറിയാം. ഏതാ പോന്റെ ഇരുത്തം? പിന്നെ ആഷിക എന്തൊക്കെയുണ്ട്? പിന്നെ ഏതൊരു റീൽസ് ആണ് ആഷിക്ക്. ആഷിക്ക് വേറെ ലെവലാണ്. ഓൻ മാത്രം ഒന്ന് പൂളിൽ ചാടി കുളിച്ചിട്ടുള്ളൂ. എന്താ ചെയ്യാ, വെറുതെ അജ്മൽ എത്തണം, വെറുതെ തള്ള. അതിലൊരു ന്യായം ഉണ്ട്, അതിന് ഒരു എന്തായാലും അതിനെതിരെ കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാണിച്ചു കൊടുത്താല് ഫോൺ എടുത്തോ കാണിച്ചു തന്നു. യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്താലും പറയും അത് ഫേക്കാണ് പറയും. എന്താ ചെയ്യ എങ്ങനെ ആയാലേ? ഇതൊക്കെ അറിയാം യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരന് നല്ല ഭാഗം അജ്മലിൽ കാണുന്നത്. കാരണം എന്താ, എന്ത് കാര്യമായാലും അറിവില്ലാത്തൊരു സംഗതി ദുനിയാവിലില്ല. അതുകൊണ്ടാണ് അല്ല വേറെ ഒന്നല്ല. ഓന്റെ ഫോണിൽ കുത്തി നിറച്ചു വെച്ചോണം എല്ലാം സന്നദ്ധകള്. ഓന്റെ തലയിൽ തന്നെ ഉണ്ട് ഒരുപാട് അറിവുകൾ. ഓന്റെ അറിവുകളൊന്നും ഇവര് സമ്മതിച്ചു കൊടുക്കൂല. അതാണ് ഓനെ അറിവുകൾ കൂടിയിട്ടാണ് അന്ന് ഞങ്ങള് പുറത്താക്കിയത്. കച്ചറുണ്ട്. ഹായ്. രാവിലെ ബെഡ് നീച്ചിട്ടില്ല. എന്തിലേക്ക് എടുക്കണേ? വരെ കമോൺ.